അപ്പോൾ ഇന്ന് നമ്മൾ വിടാമുയർച്ചയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അജിത് കുമാർ, അജിത് കുമാറിൻ്റെ തല എന്ന് പറയാൻ പാടില്ലെന്നാണ് പുള്ളി. ഇപ്പം എ കെ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. എ കെ അല്ലെ അജിത് കുമാർ, അജിത്ത് എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ വിടാമുയർച്ച ടീസർ റിലീസായിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അതൊരു ലൈക്ക എഗെയിൻ ഇത്രയും പൈസ ഉണ്ടോ അറിയില്ല അല്ലേ? ട്രങ്ക് ഷോട്ടൊക്കെ ഉണ്ടല്ലോ, കറണ്ടിൻ്റെ റെഫറൻസ് ബ്രേക്കിംഗ് ബാഡ് ഇൻഫ്ലുവൻസ് ഉള്ള പോലെ ഇഷ്യൂലാണ്. പടക്കവും ഭയങ്കര രസമായിരുന്നു. ഒരു വെസ്റ്റേൺ വൈബാണ്. തിരുമേനി when everyone and everything saves you. ഇതാണ് മറ്റേ ആക്സിഡൻ്റ് ആയ കുറച്ചും പക്ഷെ മകൾ തിരുമേനി ഒരു പ്രതീക്ഷ വെക്കാവുന്ന ഡയറക്ടറാണ്. അതെ, പുള്ളി നല്ല ഡയറക്ടറാണ്. പക്ഷേ പുള്ളിയുടെ പ്രശ്നം വെച്ചാൽ പുള്ളിയുടെ മിക്ക പടങ്ങൾക്ക് ഒരു നീഷ് ഓഡിയൻസ് ഉണ്ടാകത്തുള്ളൂ. പുള്ളി ഇങ്ങനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു മാസ് പടങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പുള്ളി പടം എല്ലായിടത്തും നോക്കിയാൽ മതി. അതെ, അത് ആക്ച്വലി ഇത് കണ്ടിട്ടും മറ്റേ സ്ഥിരം തമിഴ് പടത്തിൻ്റെ മറ്റേ ആ മാസ് പടത്തിൻ്റെ വൈബിലല്ല. കഴിഞ്ഞ കുറെ പടമായിട്ട് അജിത്തിനെ കുറച്ച് അഭിനയിക്കാൻ അറിയാമെങ്കിലും ഈ കഴിഞ്ഞ കുറെ പടത്തിൽ കുറെ പടം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് 2 പടങ്ങൾ തുരിവ്, വലിമ, കുറച്ച് എച്ച് വിനോദിന്റെ കയ്യിൽ നിന്നും അജിത് ഇപ്പോൾ മോചിതനായിരിക്കുന്നു. അതെ 2 പേരുടെ കയ്യിൽ നിന്നും മോചിതനായി. എല്ലാം ഉണ്ടല്ലോ, ഇവരെല്ലാരും കൂടെ ഇവരെല്ലാരും. പക്ഷേ വിജയുടെ അടുത്തോടെ അതെ, അത് വിജയ് ഫാൻസാർക്ക് ഭയങ്കര വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി വരുമ്പോഴേ അറിയത്തുള്ളൂ എന്താകുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് മ്യൂസിക് മാത്രം ഒരു ടീസർ ഓടിച്ച്. അതെ അത് അധികം ഡയലോഗ്സ് ഇല്ല. ശ്രദ്ധിച്ചോ, ഡയലോഗ്സ് ഇല്ലല്ലോ. അത് കൊള്ളായിരുന്നു. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇനി ഇവർ അടുത്ത ട്രെയിലർ കട്ട് ചെയ്യുമ്പം യൂഷ്വൽ തമിഴ് പടത്തിന്റെ തമിഴ് ഒരു ടീസർ ഒരു ഇന്റർനാഷണൽ ലുക്കാണ് മൊത്തത്തിൽ. മറ്റേ ടീൽ ആൻഡ് ഓറഞ്ച് കളർ ടോണും ഒക്കെ ആയിട്ട് അത് വളരെ കുറച്ചാണ് നമ്മൾ. പിന്നെ ഈ ഒരു വെസ്റ്റേൺ പടത്തിന്റെ ഒരു മൂഡൊക്കെയാണ്. ആക്ച്വലി ഇതിനെപ്പറ്റി പറയുന്നത് ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടത്തിന്റെ റീമേക്ക് ആണ് എന്നുള്ളൊരു റൂമറുണ്ട്. അത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല നമുക്ക്. മീൻസ് അങ്ങനെ ഒരു ആക്ച്വലി ഒരുപാട് പേര് പറയുന്നുണ്ട്. അവർ ഒഫീഷ്യലായിട്ടൊന്നും പറയത്തില്ലല്ലോ. ലോകേഷ് പറഞ്ഞായിരുന്നല്ലോ മറ്റേ ഇതിന് എടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല അതാ പറഞ്ഞ അതിന് എന്താ അത് ഇനി പിന്നീടായിരിക്കും. ഇനി അതിന്റെ ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ വേറൊരു ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറഞ്ഞാൽ കിടക്കുന്നു. ചേട്ടാ മ്യൂസിക്കിന്റെ ലാസ്റ്റ് വന്ന വിക്ടറി മറ്റേ മുയർച്ചയൊക്കെ പറഞ്ഞില്ല, അത് മാറ്റും. ഓ ശരി. വിഷ്വലി ആൻഡ് ഓഡിയോ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ടിങ് വൈസും അജിത്തിനെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ഒരു ഒട്ടും ലൗഡല്ലാത്ത ആദ്യം കണ്ടപ്പോഴത്തേക്കും മങ്കാത്ത വൈ പിടിച്ചായിരുന്നു. പഴയ ടീമിൽ പൈസ എല്ലാം കൂടെ കൂട്ടിച്ച് യൂറോപ്പിലൂടെ പോയി സെറ്റിലായി. മങ്കാത്ത വൈബായിരുന്നു. അല്ല അജിത്തിന് കറക്റ്റ് പുള്ളി എപ്പോഴും പ്ലേസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലായിരിക്കില്ല, കുറച്ച് സ്റ്റൈലിഷ്. അതെ, ആക്ച്വലി പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഈ പുള്ളി ഭയങ്കര ലൗഡല്ലാതെ പുള്ളിയെ ഭയങ്കര നല്ല രീതിയിൽ പുള്ളിയെ യൂസ് ചെയ്തൊരു പടം നമ്മുടെ ഇതിലായിരുന്നു, എന്നെ അറിഞ്ഞാല്. അത് പുള്ളിക്ക് പക്കായിട്ട് ചേരുന്ന കൈൻഡ് ഓഫ് പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞു വരുന്നത് മറ്റേ പിന്നെ ശിവ വിളിക്കുമ്പോൾ ശിവ കൊണ്ടുപോകുമ്പോൾ മൊത്തം ബംഗാളി ആ വൈബ് സാധനം മാത്രമേ വരത്തുള്ളൂ.
അതായത് ശിവയുടെ വീരം ആക്ച്വലി സൂപ്പർ പടമായിരുന്നു. അത് തിയേറ്ററിൽ നല്ലപോലെ അതിലും പുള്ളിക്കാരൻ സെറ്റായിരുന്നു കേട്ടോ. പക്ഷെ അവിടെയും പുള്ളി കുറച്ച് ലൗഡാണ്, പുള്ളി കുറച്ച് പരിപാടി പുള്ളി അയാളോട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അല്ല, ശിവ ആക്ച്വലി ഓൺ സെറ്റ് നമുക്ക് ആ സെറ്റിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള അതാണ് ഈ ആക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു. ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നമുക്ക് അങ്ങനെയുള്ള അതും ആക്ടേഴ്സ് നോക്കുമല്ലോ. അതായത് നമുക്ക് ആ സെറ്റിൽ ചെന്നാൽ ഭയങ്കര കംഫർട്ടബിൾ വർക്ക് ചെയ്യാൻ. പടം എന്തായാലും പടം എന്താവും അറിയത്തില്ല. 3 മാസം നമ്മൾ എൻജോയ് ചെയ്തു. അത് തന്നെ ഷൂട്ടിംഗ് സെറ്റിൽ ഞാൻ ഹാപ്പി. അതൊരു വലിയ ഫാക്ടറാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവർ ചെയ്യുന്ന ഷൂട്ടിംഗിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഫൈനൽ പ്രോഡക്റ്റ് ഭയങ്കര റിവ്യൂ കിട്ടിയ പടങ്ങളുടെ സെറ്റ് അലമ്പായിരിക്കും. അപ്പൊ നമ്മള് ശിവ സാറേ എന്തെങ്കിലും ഒരു പടം എടുക്കാം, നമുക്ക് കുറച്ച് നാള് ചിൽ വൈബിൽ പോണം എന്നുള്ള സംഭവം. അപ്പോൾ പൊങ്കലിനാണ് പടം റിലീസ്, അതായത് ജാനുവരിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ട്രെയിലറൊക്കെ ഉടനെ ഉണ്ടാവും. ഈ മാസം തന്നെ ട്രെയിലർ വരും. അപ്പോൾ നമുക്ക് ട്രെയിലർ അജിത്ത് തൂക്കുമെന്നറിയാം. അതെ, അത് അടുത്ത വർഷം ആദ്യം തന്നെ. അത് മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ സെയിം ടൈമിൽ മറ്റേ ഗുഡ് ബാഡ് അഗ്ലിയുടെ റിലീസിനെ പറ്റിയും അവർ പറയുന്നുണ്ട്. അത് ഇതുവരെ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയും പൊങ്കലിനാണ്, ഇതും പൊങ്കലിനാണ് എന്ന് പറഞ്ഞൊരു ഇതുവരെ പിന്നെ ഗുഡ് ബാഡ് അഗ്ലി അവർ ഡേറ്റ് മാറ്റിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഒരു ദിവസം 2 അജിത് പടം. അപ്പൊ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലത് ഭയങ്കര പടമായിരിക്കും. എല്ലാ തിയേറ്ററിലും ഈ 2 പടം ഇട്ട് ഓടിച്ച്. അല്ല, തിയേറ്റർ ഷൂട്ട് പിന്നെ അത് നല്ലൊരു മറ്റേ പോസ്റ്റിൽ തലകണ്ട് മാത്രം പടത്തിന് കയറുന്ന ആൾക്ക് ഏത് പടത്തിനാന്ന് പോലും മനസ്സിലാകുന്നില്ല. ശരിയാ അതൊരു ഇന്റർവ്യൂ ഇരിക്കട്ടെ. അങ്ങനെ ഇതുവരെയുള്ള ഹൈപ്പ് മറ്റേ ആക്സിഡന്റ് ഹൈപ്പ് ഇല്ല. ഈ പടത്തിന് തീരെ ഹൈപ്പ് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ മാർക്കറ്റിംഗ് യൂസ് ചെയ്തിരുന്ന ഇവരുടെ മറ്റേ സ്റ്റണ്ട് അജിത്ത് തന്നെ ആക്സിഡന്റ് ആയതൊക്കെയാണ്. അത് കുറച്ചാണ്. എടാ, ഈ സാധനം റിലീസ് ചെയ്തതിന് മുമ്പേ ഇന്ന ടീസർ ഇറങ്ങുന്നു, ഇന്ന സമയം ഇറങ്ങുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ പോലും ഇറക്കിയിട്ടില്ല. സർപ്രൈസ് ആയിട്ടൊരു സാധനം രാത്രി 11 മണിക്ക് വരും. മനസ്സിലായി? അങ്ങനെയാണ് ഈ വീഡിയോ വന്നത്. ഈ വീഡിയോ രാത്രി 11 മണിക്ക് റിലീസ് ആകുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു പക്ഷേ അപ്പോൾ വീണാലും അല്ല, ഈ രാത്രി 11 മണിക്ക് ഇറക്കുന്നത് എനിക്കൊന്ന് ഇന്റർനാഷണൽ ഓഡിയൻസിനെ കൂടെ ഉദ്ദേശിച്ചായിരിക്കും. അതാണ് ഇംഗ്ലീഷ് ട്രെയിലർ അടുത്ത് ഇറക്കിയത്. അതായത് അവിടെ ടൈമിങ്ങിന് എല്ലാവർക്കും ഒരു ടൈം. ഇപ്പം നമുക്ക് 11 മണിക്കും കാണാൻ പറ്റും, അവിടെ കുറച്ച് പകലും കാണാൻ പറ്റും. നമ്മൾ സാധാരണ ഇവിടെ 6 മണിയൊക്കെ റിലീസ് ചെയ്യുമ്പോഴേക്കും പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 3 മണിക്കൊക്കെ റിലീസാണ്. അപ്പോൾ ആ ടൈം മാനേജ് ചെയ്യത്തില്ല. ഇതവർ എനിക്ക് നല്ല ബോധ്യമുണ്ട് തോന്നുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വർക്കാവും ആ ഒരു സെറ്റിങ്ങിലൊക്കെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഓഡിയൻസിനും വെക്കാവുന്ന ഒരു ടൈമിങ്ങിലൊക്കെ. എനിക്ക് പിന്നെ എനിക്കിത് കണ്ടാൽ പോലെ തോന്നിയ സംഭവം ഈ അവിടുത്തെ അവരുടെ ഓഡിയൻസ് ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് പടം അല്ല ഇതെന്നാണ് എനിക്ക് മനസ്സിലായത്. പൊങ്കൽ ആഘോഷിക്കാൻ പറ്റിയ അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പൊങ്കലിന് ഈ പറഞ്ഞ പോലെ പാട്ട് വേണം, ഡാൻസ് മാസ് മസാല പടം അല്ലല്ല. ഇത് കണ്ട അങ്ങനെ തോന്നുന്നില്ല. ഇത് കുറച്ച് സ്റ്റൈല് കാണാൻ പറ്റും, അടിപൊളി ഫൈറ്റ് സീൻസ് ഉണ്ടാവും, ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റിനേക്കാൾ പരിപാടികളായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള മറ്റേ മാസ് സീനുകളൊന്നും കാണത്തില്ല. ഇങ്ങനെ മ്യൂസിക് ഇട്ട് സ്ലോ മോഷൻ നടന്നു വന്ന് ആ പരിപാടിയൊക്കെ കുറവായിരിക്കും തോന്നുന്നു. ഈ ഇത് കണ്ടപ്പോൾ പോലും അതിനകത്ത് എല്ലാം പുള്ളിയെ പ്രസന്റ് ചെയ്യുന്നത് ഈ അധികം സ്ലോ മോഷനുകളൊന്നും ഇല്ലാതെ കുറച്ചധികം ഇമോഷണൽ നറേഷൻ ആ ടൈപ്പ് സാധനമാണ്. തൃശയുടെ എലമെന്റ്സ് ഒക്കെ. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഡയലോഗ് സീൻസ് ഒക്കെ വരുമ്പോൾ ആളുകൾ എന്താണ് ഇത് ഡയലോഗ് ആണല്ലോ മൊത്തം. അത് തന്നെ. അതാണ് അവിടെ മീൻസ് തമിഴ്നാട്ടിലെ ഓഡിയൻസിൻ്റെ, അതായത് മെജോറിറ്റി ഓഫ് ഓഡിയൻസും എക്സ്പെക്ട് ചെയ്യുന്ന പൊങ്കൽ പടം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫൺ വൈബിലുള്ളൊരു പടമാണ്. അതായത് അവർക്ക് പോയിരുന്ന് കൈയടിച്ച് വിസിലടിച്ച് കാണാൻ പറ്റുന്ന പടമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പടമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്താൽ മതി. അത് തന്നെ. ബട്ട് ഇത് ഒരു ബെറ്റർ പടമായിരിക്കും എന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അജിത്ത് പഴയ ക്ഷീണമൊക്കെ മാറ്റി തിരിച്ചു വരട്ടു. അതെ ലാസ്റ്റ് പടങ്ങളെല്ലാം തന്നെ നല്ല ക്ഷീണം കൊടുത്ത പടം. അല്ല, കളക്ഷൻ വൈസ് ഓക്കെ ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ മറ്റേ പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതെല്ലാം കുറച്ച്. അപ്പോൾ ട്രെയിലർ വരട്ടെ, നമ്മൾ ട്രെയിലർ കണ്ടു നോക്കുന്നതായിരിക്കും.